മുൻപുണ്ടായിട്ടുള്ള ചില ബോധ്യങ്ങൾ, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം ചെയ്തു. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ ശിശു സഹജമായവ കൈവെടിക്കണം. അപ്പോൾ നമ്മൾ മുൻപ് എന്തെങ്കിലും മുമ്പുണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ്ങുകൾക്ക് വിപരീതമായിട്ട് വരെ പലതും ഇപ്പോൾ കേൾക്കാം. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു രഹസ്യമാണിത്, ക്രോണോസ് ആൻഡ് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ സമയാസ്പദമായ നിരവധി സംഭവങ്ങൾ. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സമയം. ബൈബിളിൽ കൈറോസ് എന്ന് പറഞ്ഞാൽ one particular event, only one event. Chronos എന്ന് പറഞ്ഞാൽ many events but step by step. ഈ ക്രോണോസ് എല്ലാം സമയാസ്പദമായി നടന്ന എല്ലാ സംഭവങ്ങളും വാസ്തവത്തിൽ ഒരു സംഭവത്തിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്നു. ഏതിലേക്ക്? കൈറോസിലേക്ക്. അപ്പോൾ എന്താണ് ബൈബിളിലെ കൈറോസ്? ഈ ബൈബിൾ മുഴുവനിലും ഉള്ള ഏറ്റവും പ്രധാന ഒരു സംഭവം എന്താണ്? ഈശോയുടെ പീഠാസഹനവും മരണവും പുനരുത്ഥാനവും. മനസ്സിലായോ? ആ ഒരു സംഭവത്തിന്റെ ഒരുക്കമാണ് ഈ പഴയ നിയമം മുഴുവനും. ആ ഒരു സംഭവത്തിന് ശേഷമുള്ള പ്രവർത്തനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളും ലേഖനങ്ങളും എല്ലാം. ഇല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വരദാനാഭിഷേകം എല്ലാം ചിന്തിക്കുന്നത് ഈ കൈറോസ് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനമാണ്. കൈറോസിന് മുമ്പുണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവല്ല കൈറോസിന് ശേഷം പ്രവർത്തിക്കുന്നത്. കൈറോസിന് മുമ്പ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ കൈറോസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ ഈശോ വന്നതോടുകൂടി പറയാണ്, ഈശോ പ്രവാചകന്മാരും നിയമവും ഇതാ അവസാനിച്ചിരിക്കുന്നു. യോഹന്നാനോടുകൂടി, സ്നാപകയോഹന്നാനോടുകൂടി പ്രവാചകരും നിയമവും അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവയെല്ലാം യേശുവിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരും, ഈ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചത് എന്തിനു വേണ്ടിയും ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ചും യേശുവിലൂടെ സംഭവിക്കേണ്ടതായ രക്ഷാകര സംഭവത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ ഒരു വചനം വായിക്കുമ്പോൾ ഉടനെ ഇത് നമ്മുടെ മനസ്സിൽ വരണം. ആ വചനത്തിൻ്റെ അർത്ഥത്തെ അതിൻ്റെ വാക്യാർത്ഥത്തിൽ തന്നെ എടുക്കരുത്. മറിച്ച് അത് എന്തിനു വേണ്ടിയാണ്? യേശുവിനെ കുറിച്ചാണ്. മനസ്സിലായോ? ഇപ്പൊ നിയമം തന്നെ വന്നിരിക്കുന്നത് ആ നിയമം വരാനിരിക്കുന്നതിൻ്റെ ഒരു നിഴൽ മാത്രമാണ്, അല്ലേ? എന്നാൽ ഇപ്പോൾ വരാനിരിക്കുന്നവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ആ നിയമം നമ്മൾ കാണേണ്ടത് ഈ പുതിയ നിയമത്തിനെയും കൂടി ആസ്പദമാക്കിയാണ് കാണേണ്ടത്. ആ പഴയ നിയമത്തിലെ ഒരു വചനം എടുത്തിട്ട് ബൈബിൾ പറയുന്നു ഇങ്ങനെ. ബൈബിൾ എവിടെ പറയണു? യേശുവിന് ശേഷമാണോ പറയുന്നത്? യേശുവിന് മുമ്പാണോ പറയുന്നത്? അപ്പോൾ യേശുവിന് മുൻപ് പറയുന്ന കാര്യങ്ങൾ യേശുവിന് ശേഷം പറയുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ അനുനയിപ്പിച്ചു വേണം പഠിക്കാൻ. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടതായ ജ്വലനം. പരിശുദ്ധാത്മാവ് വേദനിക്കരുത്, പരിശുദ്ധാത്മാവ് നിർവീര്യമാകരുത്. ഉദാഹരണത്തിന്, ഞാൻ ഇത് വിമർശിക്കാൻ പറയുന്നതല്ല, ഒരു ചില കാര്യങ്ങളെ തെറ്റുതിരുത്താനും അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനും വേണ്ടിയാണ്. അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നീ പാപം ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടു പോകും. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? എന്നാൽ
ഇത് ശരിയാണോ? അപ്പോൾ നമ്മൾ ആ ആള് പറയണതിൻ്റെ ഉദ്ദേശം നമ്മൾ പാപം ചെയ്യുന്ന ഉദ്ദേശിച്ചിട്ടാണ്. മനസ്സിലായോ? അത് നല്ല കാര്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് സർവാധിപനായ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല എന്നെ അധികാരത്തിൽ നൽകിയിരിക്കുന്ന ആ ശക്തി യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, അല്ലെങ്കിൽ യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെ യേശു രക്തം ചിന്തി നേടിയ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ എന്ത് മാറിയ പാപം ചെയ്താലും നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനും നമുക്ക് പശ്ചാത്താപം നൽകി വിശുദ്ധീകരിച്ച് നമ്മളെ ദൈവരാജ്യത്തിൽ തിരിച്ച് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളിൽ നിന്ന് പോവില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ ജ്വലനമുണ്ടാകണമെങ്കിൽ ഈ കുറെ ബോധ്യങ്ങൾ നമുക്ക് വേണം. നമ്മൾ പാപം ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന പരിശുദ്ധാത്മാവാണെങ്കിൽ ആർക്കാ ശക്തി അവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യണത്? പാപത്തിന് ശക്തി ഉണ്ടെന്നാണ്. ആർക്കാ ശക്തി? പാപത്തിനാണോ ദൈവത്തിനാണോ? അപ്പം ഇതെല്ലാം നമ്മൾ പറയുന്നത് പഴയ നിയമത്തിലെ ഒരു വചനത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതാണ് ഞാൻ ആ ക്രോണോസ് കൈറോസിന്റെ കണക്ഷൻ. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അപ്പൊ അങ്ങനെ ഒരു വചനത്തെ എടുത്തുള്ളൂ കേട്ടോ. ബൈബിളിൽ പറയണുണ്ടോ, പരിശുദ്ധാത്മാവ് ദാവീദ് പാപം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പോകും, അതുകൊണ്ട് എടുത്ത് കളയരുത് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഇതിനെ ക്രോണോസ് ആൻഡ് കൈറോസുമായിട്ട് കണക്കാക്കണം. ദാവീദ് ഏത് പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ് ദാവീദ് ഇപ്പൊ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിനും ശേഷം നൽകിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണോ അവിടെ പറയുന്നത്? കണ്ടോ, കൈറോസ്. മനസ്സിലായില്ലേ കൃത്യമായിട്ട്? രാജാക്കന്മാര്, ഇസ്രായേലിലെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. രാജകീയ അഭിഷേകം ഇല്ലേ? സാമൂലിനെ അയച്ച് സാവുളിനെ അഭിഷേകം ചെയ്തു. സാവുളിന്റെ അഭിഷേകം എടുത്തു മാറ്റി ദാവീദിനെ അഭിഷേകം ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിയുമ്പോൾ അടുത്തൊരു രാജാവിനെ അഭിഷേകം ചെയ്യും. ആ രാജകീയ അഭിഷേകം എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. യേശുക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി തന്റെ ജീവരക്തം കൊടുത്തുകൊണ്ട് വാങ്ങി നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തുവിന് വരെ എടുത്തു മാറ്റാൻ പറ്റില്ല. അതിനുവേണ്ടി അല്ലല്ലോ തന്നേക്കണത്. കേട്ടോ, ഒരു വലിയ ബോധ്യം കിട്ടണം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചില ജ്ഞാനം കിട്ടുമ്പോഴാണ് നമ്മൾക്ക് കോൺഫിഡൻസ്. കണ്ടോ, നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്നേക്കുമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, നമ്മളിപ്പോ കേട്ട വചനം 14-ാം അധ്യായത്തിൽ 12 നമ്മൾ കേട്ടു, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ. എന്നിട്ട് അടുത്ത വചനം എന്താ പറയുന്നത്? ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഞാൻ പിതാവിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും. വെറും സഹായകൻ അല്ല പറഞ്ഞേക്കുന്നത് അവിടെ, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകൻ. എന്നേക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ടോ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതായത് നിത്യതയിലേക്ക്, അനന്തതയിലേക്ക് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വരദാനം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളുടെ മരണശേഷവും നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മള് അൽഫോൻസാമ പ്രവർത്തിക്കുന്നുണ്ടോ? അൽഫോൻസാമ ഇപ്പോ കൊച്ചു ത്രേസ്യ പ്രവർത്തിക്കുന്നുണ്ടോ? അമ്മ ത്രേസ്യ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതാ ഇവിടെ സെയിന്റ് മൗണ്ട് ഫോർട്ടിന്റെ സ്ഥലമാണിത്. മൗണ്ട് ഫോർട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പോ ഇതാണ് ഉണ്ടാവേണ്ട മറ്റൊരു ഉൾക്കാഴ്ച. നമ്മുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ. ഇവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ. അത് തുടരുന്നത് എന്തോരമാണ്? ഇപ്പോഴും എപ്പോഴും. ഇതിന്റെ ആസ്പദമാക്കിയാണ് ഞാനൊരു പാട്ട് എഴുതിയിട്ടുള്ളത് പണ്ട്. ആത്മാവാണിൻ സഹായകൻ
ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഓക്കെ. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ വചനം 1 കൊറിന്ത്യൻസ് 15-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ Praise the Lord. Yeah, very good. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ വെരി ഗുഡ്. നിങ്ങൾ എല്ലാ മനുഷ്യരെയും എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. 15-19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നമ്മൾ ഇന്നലെ പറഞ്ഞു, ആത്മീയ വരങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ജീവിതത്തിന് ഒരുപാട് പേരെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലേ? നമുക്ക് ഫാക്ടറി ഉണ്ടാക്കണം, പെര പണിയണം, വിസ മേടിക്കണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇവിടെ ഒരു വീട് വേണം, അവിടെ ഒരു വീട് വേണം, ഇതൊക്കെ വേണമായിരിക്കും. പക്ഷേ ഇതിനൊന്നും വരദാനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്നാൽ ഇവിടെ വെച്ച് തന്നെ വരദാനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ മരണശേഷം ഞാൻ എന്തൊക്കെ ചെയ്യണം? ആദ്യം തന്നെ അങ്ങനെ ഒരു ബോധ്യം വേണം. നമ്മൾ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെക്കാനുള്ള ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. There is no rest after our death. പിന്നെ RIP എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? റെസ്റ്റ് ഇൻ പീസ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് അങ്ങ് പോയാൽ മതി, ഒന്ന് സമാധാനമായിട്ട് റെസ്റ്റ് ഇൻ പീസ് ഇരിക്കാൻ. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് നമ്മൾ ഒന്നിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ സമാധാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ സമാധാനത്തോടു കൂടി ധാരാളം ജോലി ചെയ്യാനുണ്ട്. കൊച്ചു ത്രേസ്യ ഇപ്പൊ റെസ്റ്റ് ഇൻ പീസ് ആണോ? അൽഫോൻസാമ്മ റെസ്റ്റ് ഇൻ പീസ് ആണോ? ഞാൻ ഉഴവൂര് ധ്യാനിപ്പിച്ചപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്ക് അടിച്ച മാതിരി എല്ലാവർക്കും. പിറ്റേ ദിവസം ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു കടലാസിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ബ്രദറെ ഇതൊന്നുകൂടി വിശദീകരിക്കണം. ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് അവിടെ ഇരിക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കണേ, റെസ്റ്റ് ഇൻ പീസ്. ഇപ്പോൾ ബ്രദർ പറയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമില്ല, ധാരാളം ജോലിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജോലിയും കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നാലും ജോലി തന്നെയാണ്. ഇവിടുത്തെ ജോലിയും അവിടുത്തെ ജോലിയും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ആവലാതിപ്പെട്ടിട്ടുള്ള ജോലിയാണ് ഇല്ലേ, അവിടെ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല, സമാധാനപരമായിട്ട് ജോലിയാണ്. പക്ഷെ പൊതിരെ ജോലിയാണ്. ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ചെന്ന് ഹല്ലേലൂയ പാടിക്കൊണ്ട് കർത്താവിനെ നിരന്തരം ആരാധിച്ച് സ്തുതിച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് അവിടെ. പ്രൈസ് ദി ലോർഡ് ഇല്ലേ? അതും അതിൻ്റെ ഇടയിലുണ്ട്. പക്ഷേ ഈ പുണ്യവതിമാരെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ സ്വർഗത്തിൽ ചെന്ന് ഞങ്ങളുടെ സ്വർഗം മുഴുവനും ഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരദാനങ്ങളെല്ലാം നമ്മളിൽ എല്ലാ വിശുദ്ധരും കണ്ടോ, എന്തോ ഒരു വരദാനങ്ങളാണ് അവരിലുണ്ടായിരുന്നത്. അതിപ്പോഴും ഉണ്ടോ? അന്തോണീസ് പുണ്യാളൻ മരിച്ച് 32 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കബറിടം തുറന്നപ്പോൾ കണ്ടതെന്താ? പിടയ്ക്കുന്ന നാവ്, ജീവനോടെ ഇരിക്കുന്ന നാവ്. എന്തുകൊണ്ടാ 32 വർഷമായിട്ടും ആ നാവ് ജീവനോടെ അല്ലെങ്കിൽ അഴുകാതെ ഇരുന്നത്? ജീവിച്ചിരുന്ന കാലത്ത് ശക്തമായി ബോധ്യത്തോടെ അത്ഭുത പ്രവർത്തനങ്ങളും അടയാളങ്ങളും സഹിതം ധീരമായി വചനം പ്രഘോഷിച്ചത് കൊണ്ടാണ് ആ നാവ്. ദേവാലയത്തുനാവുകൾ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ തീരാനുള്ളതല്ല. ഇത് വലിയൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാവേണ്ടത്. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ടോട്ടലിറ്റി എന്ന് പറയുന്നത്, ഈശോ പറഞ്ഞു
ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞു കഴിയുമ്പോൾ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. അപ്പോഴെപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാരിസങ്ങളും നമ്മളുടെ പ്രവർത്തനം വലുതാകാൻ പോകുന്നത്? നമ്മുടെ മരണശേഷമാണ്. ഇവിടെ അതിൻ്റെ ഒരു ട്രയലേ ആവുന്നുള്ളൂ, ഒരു ട്രെയിലർ. കണ്ടോ, എന്തോ ഒരു ജനത്തിരക്ക അന്തോണി സൂന്യാലിൻ്റെ പള്ളികളിലെല്ലാം. എറണാകുളത്ത് ട്രാഫിക് ജാമാണ് ചൊവ്വാഴ്ച മുഴുവൻ, ഇല്ലേ? എന്താ അന്തോണീസിന്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അപ്പൊ അതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഹാരിസംസ്, വരദാനങ്ങൾ ഇവിടെ അവസാനിക്കാൻ വേണ്ടി മാത്രമല്ല, അത് മാത്രമേ നമ്മുടെ ആത്മാവിൽ നമ്മളോടൊപ്പം പോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ആത്മാവിൽ നിറയുന്ന ജ്ഞാനവും നമ്മുടെ ആത്മാവിൻ്റെ വീര്യവും പ്രവർത്തനങ്ങളും പ്രത്യേക ഹാരിസങ്ങളും അന്ന് അന്തോണീസ് ജീവിതത്തിൽ പ്രവർത്തിച്ച പോലെ തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് പാതിരിപ്പിയോ പ്രവർത്തിച്ച പോലെ തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അൽഫോൻസാമ പ്രവർത്തിച്ച പോലെ തന്നെ ഇപ്പോഴും അൽഫോൻസാമ പ്രവർത്തിക്കുന്നു.